السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا الله ويعلمكم الله والله بكل شيء عليم. صدق الله مولانا العلي العظيم. ജാമിഅ ഇബ്നു മസ്ഊദിന്റെ വാർഷിക മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചിരിക്കുന്ന ആദരണീയനായ അധ്യക്ഷൻ അവറുകൾ, സദസ്സിൽ സ്റ്റേജിൽ സന്നിഹിതരായിരിക്കുന്ന ആദരണീയരായ ഉലമാക്കൾ, ഉമറാക്കൾ, എല്ലാവരുടെയും പേരെടുത്ത് പറയുമ്പോൾ സമയം കൂടുതലാകും. ഇനിയും പല പരിപാടികളും നടക്കാനുള്ളതാണ്. പ്രിയങ്കരനായ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ആദരണീയരായ ദീനീ സ്നേഹികളായ സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ നിലനിർത്തിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദീൻ ഈ ലോകത്തിൽ നിലനിന്നാൽ ലോകം നിലനിൽക്കും. ദീൻ ഇല്ലാതെയാകുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ അന്ന് ലോകം ഇല്ലാതെയാകും. ലോകത്ത് ഇനിയും ഒരു കാലഘട്ടം വരും. ഷഫീഉനാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ലോകത്തുള്ള മുഴുവൻ കുടിലുകളിലേക്കും കൊട്ടാരങ്ങളിലേക്കും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ കടന്നു ചെല്ലും. ഒരുപക്ഷെ അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടാകാം, അല്ലെങ്കിൽ നിർബന്ധിത സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട അവസ്ഥയുണ്ടാകാം. എന്നാണെങ്കിലും ഒരു പ്രാവശ്യം കൂടി ഈ ലോകത്തുള്ള മുഴുവൻ കുടിലും കൊട്ടാരത്തിലേക്കും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ കടന്നു ചെന്നതിന് ശേഷമല്ലാതെ ലോകം അവസാനിക്കാൻ പോകുന്നില്ല. കാരണം സാദിഖുൽ മസ്തൂഖായ ഷഫീഉനാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങൾ ഒന്നും ഈ ലോകത്ത് പുലരാതെ പോയിട്ടില്ല. തങ്ങൾ ഈ ലോകത്ത് എന്തു പറഞ്ഞു, എപ്പടി ഈ ലോകത്ത് പുലർന്നു പോയിട്ടുണ്ട്, അപ്പടി ഈ ലോകത്ത് പുലരുക തന്നെ ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരുടെ വലിയൊരു സമ്മേളനം അല്ലെങ്കിൽ കോൺഫറൻസോ നടക്കുകയുണ്ടായി. ലോകരംഗത്തുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ അവിടെ ഒരുമിച്ച് കൂടി സൗദി അറേബ്യയിലായിരുന്നു. അന്ന് മഹാനായ ഒരു ആലിമിൻ്റെ അടുക്കൽ ഒരു ആലിം ആ ശാസ്ത്രജ്ഞന്മാരിൽപ്പെട്ട ഒരു പ്രധാനിയോട് പോയി ചോദിച്ചു, നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും, ശാസ്ത്ര പടുക്കളെല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണല്ലോ, ഇന്ന് നിങ്ങൾ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും ദൗത്യം ലോകത്തോട് പറയാനുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി തരണം. ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഞങ്ങൾ ഒത്തുചേർന്നിരിക്കുന്ന സൗദി അറേബ്യയുടെ ഭൂപ്രകൃതി അനുസരിച്ച് വലിയൊരു മാറ്റം സൗദി അറേബ്യയിൽ, അതോടൊപ്പം തന്നെ അറബി ലോകത്തും വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. ആ മാറ്റം ഇന്ന് സൗദി അറേബ്യൻ ലോകം ഇന്ന് മരുഭൂമിയാണ് എങ്കിൽ കാലഘട്ടം മാറുന്നതനുസരിച്ച്, അങ്ങോട്ട് കടന്നു പോകുന്നതനുസരിച്ച്, വർഷങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് ഈ അറേബ്യൻ ഉപഭൂഖണ്ഡം ഒരു അരുവികളുള്ള, തോട്ടങ്ങളുള്ള, ഫലഭൂയിഷ്ടമായിരിക്കുന്ന ഒരു ഭൂമിയായി മാറാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നു. ആ ശാസ്ത്രജ്ഞൻ പറയുകയുണ്ടായി. അപ്പോൾ ശാസ്ത്രജ്ഞനോട് ആ സന്ദർഭത്തിൽ ആ മഹാനായ ആലിം പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന കാര്യം 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ പറഞ്ഞത്. ആ പ്രവാചകൻ പറഞ്ഞ കാര്യം ഞങ്ങളുടെ ഒരു ഹദീസിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിങ്ങൾക്കാണെന്ന് കാണിച്ചു തരാം. ഇവിടെ തന്നെ സഹീഹുൽ മുസ്ലിമിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് വായിച്ചു. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ തിരുവചനമാണ്, ലാ തഖൂമുസ്സാഅ ഹത്താ തഊദ ജസീറത്തുൽ അറബി മുറൂജൻ വഅൻഹാറ.
അന്ത്യദിനം ഈ ലോകത്ത് സംഭവിക്കണമെങ്കിൽ ഈ കാണുന്ന അറേബ്യൻ ഭൂഖണ്ഡം അത് ഇവിടെ തോട്ടങ്ങളും അരുവികളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടം വരാതെ ഈ ലോകം അവസാനിക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് വലിയ അതിശയമായി. 14 നൂറ്റാണ്ട് കൊണ്ട് നിങ്ങളുടെ പ്രവാചകൻ എന്ന് പറഞ്ഞെങ്കിൽ ഒരു മനുഷ്യ കഴിവുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുകയില്ല. അത് മാനുഷികമായ ഗവേഷണങ്ങളുടെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പഠനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. 14 നൂറ്റാണ്ടുകൾക്കും ഒരു സാധാരണ മനുഷ്യന് പറയാൻ സാധ്യമേ അല്ല. അതുകൊണ്ട് ആ മനുഷ്യൻ ഒരു അമാനുഷികമായ കഴിവുള്ള സിദ്ധിയുള്ള വ്യക്തിയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആ മനുഷ്യൻ ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു എന്ന് നിങ്ങളുടെ ഗ്രന്ഥം കൊണ്ട് ഞാൻ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പരിശുദ്ധമായ തിരുവചനം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങളുടെ പരിശുദ്ധമായ ആ ദീനുൽ ഇസ്ലാമിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുസ്ലിം ആകുകയുണ്ടായി. വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്ത് നടന്ന സംഭവമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്തു പറഞ്ഞു അതപ്പടി തന്നെ ഈ ലോകത്ത് നടക്കും. പരിശുദ്ധ ഖുർആൻ ശരീഫും ഹദീസും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നമ്മളുടെ സ്ഥാപനങ്ങളിലുള്ളത്. നിങ്ങൾ ഖുർആൻ ശരീഫ് ഹിഫ്ള് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ ഖുർആനും ഹദീസും അതിൻ്റെ ഉലൂമുകളും ഫിഖ്ഹും അതുപോലെ തന്നെ ഉസൂലുൽ ഫിഖ്ഹും തസവ്വുഫും എല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നമ്മൾ. നമ്മളുടെ മഹാന്മാരായിരിക്കുന്ന ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഉലൂമുകൾ പഠിക്കുന്ന വഴിയിലേക്ക് അള്ളാഹു നമ്മെ തിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ആ ഖുർആനിലും ഹദീസിലും പറയപ്പെട്ട കാര്യങ്ങൾ ഓരോന്നും അപ്പടി നടക്കുമെന്ന്. ആ പറയപ്പെട്ട കാര്യങ്ങൾ ദുനിയാവിൽ വെച്ച് നടക്കുമെന്ന് പറഞ്ഞാൽ ദുനിയാവിൽ വെച്ച് തന്നെ നടക്കും. പരലോകത്ത് നടക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പരലോകത്ത് തന്നെ നടക്കും. പക്ഷെ നമ്മൾ പഠിക്കുന്ന ഖുർആൻ ഹദീസിൽ നമുക്ക് പരിപൂർണമായിരിക്കുന്ന യഖീൻ ഉണ്ടാക്കണം. മഹാന്മാരായ സ്വഹാബാക്കൾക്ക് ഉണ്ടായിരുന്ന യഖീൻ പോലെ നമുക്ക് പരിപൂർണമായ യഖീൻ ഉണ്ടാക്കണം. മഹാന്മാരായ സ്വഹാബാക്കൾ ഓരോരുത്തർക്കും ആരംഭപ്പുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാവ് കൊണ്ട് എന്തു പറഞ്ഞാൽ അത് അപ്പടി നടക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മഹാനായിരിക്കുന്ന സ്വഹാബാക്കൾപ്പെട്ട മഹാന്മാരായ സ്വഹാബികൾപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്വഹാബിയാണ് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. മഹാനായ സ്വഹാബി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഈ മദീനയിൽ നിന്നും ഒന്ന് ഒറ്റപ്പെട്ട് റബദയിൽ പോയി ഒറ്റപ്പെട്ട് നിങ്ങളും കുടുംബവും താമസിക്കണം. അതാണ് ഉമ്മത്തിന് ഈ സന്ദർഭത്തിൽ ഖൈർ. അതിനെപ്പറ്റി വിശദീകരിക്കാനുള്ള സന്ദർഭമല്ല, അതൊരു വിശാലമായ ഒരു വിഷയമാണ്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അമീറുൽ മുഅ്മിനീന്റെ കൽപ്പനയാണ്, ഞാൻ ഈ മദീനയിൽ താമസിക്കാൻ റബദ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടു പോയി താമസിക്കണം. അദ്ദേഹം വയോവൃദ്ധനായ സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ലക്ഷണങ്ങളിൽ അടുത്തപ്പോൾ ഭാര്യയും പെൺകുട്ടികളും മാത്രമുണ്ട്. അവരിൽ കരയാൻ തുടങ്ങി. ഞങ്ങൾ എന്തു ചെയ്യും? ആൺമക്കൾ ആരുമില്ല, ആൺമക്കൾ ആരുമില്ല, ഉമ്മ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എന്തു ചെയ്യും? ഈ മരണം ഞങ്ങളുടെ പിതാവിൻ്റെ മരണം, എൻ്റെ ഭർത്താവിൻ്റെ മരണം സംഭവിച്ചാൽ ഞങ്ങൾ എന്തു ചെയ്യും? അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് മക്കളെയും ഭാര്യയും വിളിച്ചുകൊണ്ട്, നിങ്ങൾ ആരും ആശങ്കപ്പെടണ്ട, നിങ്ങൾ ആരും വ്യാകുലപ്പെടണ്ട. എൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദർഭത്തിൽ ഞങ്ങൾ രണ്ടുപേർ കാണിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരിൽപ്പെട്ട ഒരാൾ മരണപ്പെടുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും, നിങ്ങളുടെ ഭാര്യയും പെൺമക്കളും മാത്രമായിരിക്കും കൂടെ ഉണ്ടാകുക. എൻ്റെ സഹാബാക്കൾ ഒരു ജമാഅത്ത് അതുവഴി കടന്നു വരും, അവരായിരിക്കും നിങ്ങളുടെ കഫന്റെ ചുമതല ഏറ്റെടുക്കുക എന്ന് എൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സഹാബി വഫാത്തായി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി പോയിട്ടുണ്ട്. ഇനി ശേഷിക്കുന്ന ഞാൻ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ മരിച്ച സഹാബാക്കളുടെ ജമാഅത്ത് ഇതുവഴി കടന്നു വരും. അവർക്ക് നിങ്ങൾ ആഹാരം പാചകം ചെയ്ത് വെക്കണം. അവരുടെ വിശപ്പിനും ദാഹത്തിനും പരിഹാരം കണ്ടാൽ മതി. അവരുടെ കൈവശം കഫൻ പുടവയുണ്ടാകും. അവരെൻ്റെ മയ്യത്ത് കുളിപ്പിക്കും, കഫൻ പൊതിയും, ദഫൻ ചെയ്തിട്ട് അവർ മദീന മുനവ്വറയിലേക്ക് യാത്രയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനം പാഴായില്ല. മഹാനായ അബൂദർ റളിയല്ലാഹു തആല വഫാത്താകുന്നു. സ്വഹാബത്തിന്റെ ജമാഅത്ത് വരുന്നു. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ ജനാസ കുളിപ്പിക്കുന്നു, കഫൻ പൊതിഞ്ഞ് ദഫൻ ചെയ്ത് സംസ്കരിച്ച് ഖബറടക്കിയിട്ട് സ്വഹാബാക്കളുടെ ജമാഅത്ത് മദീന മുനവ്വറയിലേക്ക് പോയി. ഉമർ ഫാറൂഖ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അറിയിക്കുന്നു, അങ്ങ് റബദയിലേക്ക് പറഞ്ഞേച്ച അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല വഫാത്തായിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ജനാസ ഖബറടക്കിയിട്ട് വന്നവരാണ് ഞങ്ങൾ. പ്രിയങ്കരായിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളെ,
ഒരു MBBS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് തൻ്റെ തിയറിയുടെ കാര്യത്തിൽ പരിപൂർണ്ണ ഉറപ്പുണ്ട്. താൻ പഠിച്ച തിയറി അങ്ങനെ തന്നെയാണത് പ്രയോഗിക്കേണ്ടെന്ന കാര്യത്തിൽ പൂർണ്ണ ഉറപ്പുണ്ട്. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് താൻ പഠിക്കുന്ന ഈ തിയറി തന്നെയാണ് എനിക്ക് ഭാവിയിൽ എനിക്ക് ഉപകരിക്കുന്നെന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. ഇതുപോലെ മഹാന്മാരായിരിക്കുന്ന ഉലമാക്കൾ പറയുന്നു, നമ്മൾ പഠിക്കുന്ന ഖുർആനിന്റെ ഹദീസിന്റെ ഉലൂമുകൾ നമുക്ക് ദുനിയാവിനും ആഖിറത്തിനും പ്രയോജനപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രകാരം ഉറപ്പുണ്ടായിരുന്നോ, എപ്രകാരം യഖീൻ ഉണ്ടായിരുന്നോ, ആ യഖീൻ നമ്മുടെ ഖൽബുകളിലേക്ക് കടന്നു വന്നാൽ നമ്മൾ പഠിക്കുന്ന ഖുർആൻ ഇതിങ്ങനെ തന്നെ ലോകത്ത് നടക്കാൻ പോകുന്ന സമയം ഇതൊരു ഭാവനയുള്ള ഒരു കാര്യമല്ല. ഖുർആനിൽ പറയപ്പെട്ട കാര്യങ്ങളൊന്നും ഭാവനയുടെ സൃഷ്ടിയല്ല. ഖുർആനിൽ ഹദീസും പറയപ്പെട്ട കാര്യം അങ്ങനെ തന്നെ നടക്കുന്ന സംഭവിക്കേണ്ട കാര്യങ്ങൾ ഉറപ്പ് നമ്മളിലേക്ക് വന്നാൽ മഹാന്മാരായ ഉലമാക്കൾ പറയും, അതനുസരിച്ച് പിന്നെ അമലിയായ ജീവിതം നമ്മളിലേക്ക് കടന്നു വരും. അമലിയായ ജീവിതം നമ്മളിലേക്ക് കടന്നു വരും. മഹാന്മാരായ സ്വഹാബാക്കൾ, മഹാന്മാരായിരിക്കുന്ന മുസന്നിഫീങ്ങൾ, അവരുടെ എല്ലാം ജീവിതത്തിന്റെ ഇബാദത്താണ് അവരുടെ അമാലുകളുടെ ഖബൂലിയത്തിന് കാരണമായി തീർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഒരു ഹദീസ് തന്റെ സഹീഹിൽ ഉൾപ്പെടുത്തുന്നതിന് മുൻപ് കുളിച്ച് വൃത്തിയായി പൂർണ്ണമായും മദീന മുനവ്വറയിൽ ജന്നത്തുൽ മുഅല്ലയിൽ മദീന മുനവ്വറയിൽ മാബൈന ഖബരി വമിൻബരി റൗത്തും മിൻ ദിയാദിൽ ജന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് മസ്ജിദ് നബവിയിൽ 2 റക്അത്ത് നമസ്കരിച്ചതിന് ശേഷമായിരിക്കും ഒരു ഹദീസ് അതിൽ തൻ്റെതായിരിക്കുന്ന തൻ്റെ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ മഹാനായിരിക്കും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇത്രത്തോളം സൂക്ഷ്മതയിൽ തൻ്റെ സഹീഹുൽ ബുഖാരി എന്നുള്ള ആ ഗ്രന്ഥം രചിച്ചപ്പോൾ ലോകത്ത് അസഹ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ് അസ്സഹീഹുൽ ബുഖാരി അൽ ജാമിഉ അസ്സഹീഹ് ലിൽ ബുഖാരി റഹിമഹുല്ലാഹ്, ലോകത്ത് വിശുദ്ധ ഖുർആന് ശേഷം ഏറ്റവും ഉയർന്ന ഗ്രന്ഥം അത് ഇമാം ബുഖാരി രചിച്ച സഹീഹുൽ ബുഖാരിയാണെന്ന് ലോക ഉമ്മത്തിൻ്റെതായിരിക്കുന്ന ഇത്തിഫാഖാണ് ആ വിഷയത്തിൽ. സാഹിബുൽ ഹിദായ ഇമാം മുർഗീനാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുർഗീനാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഹനഫി മദ്ഹബിലെ ആധികാരിക ഫിഖ് ഗ്രന്ഥമാണ് ഹിദായയുടെ മുസന്നിഫാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രാവർത്തിക അമലി രംഗത്തും കോടതികളിലും സ്വീകരിക്കുന്ന ഒരു ഗ്രന്ഥം അത് ഹിദായയാണ്. ഇമാം മുർഗീനാനി റഹ്മത്തുള്ളാഹി തങ്ങൾ തന്റെ ഹിദായ എന്ന് പറയുന്ന ആ വിശുദ്ധ ഗ്രന്ഥത്തെ വിശ്വപ്രശസ്ത ഗ്രന്ഥത്തെ തർത്തീബിച്ച് അഥവാ ആ ഗ്രന്ഥം രചിച്ചത് 13 വർഷത്തെ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചുകൊണ്ടായിരുന്നു എന്ന് മഹാനവറുകളുടേതായിരിക്കുന്ന ചരിത്രത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും എത്രത്തോളം നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായിരിക്കുന്ന യഖീൻ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജീവിതങ്ങളിലേക്ക് പകർത്തിയ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായി ദീൻ ഈ ലോകത്ത് നമ്മൾ ഹയാത്താകണമെന്നുള്ള ചിന്തയിൽ നമ്മൾ പഠിക്കുന്നവരായാൽ ഈ തഖ്വയുടെ അവസ്ഥയിൽ പഠിക്കുന്ന നമ്മൾക്ക് അള്ളാഹു നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ നമ്മൾ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുന്നവരായി തീർന്നാൽ അള്ളാഹു തആല നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ തിരുവചനമാണ്. അതോടൊപ്പം മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു, നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടേതായിരിക്കുന്ന ഹൃദയശുദ്ധി നമ്മൾ വരുത്തിക്കൊണ്ട് ഹൃദയത്തിൽ സമ്പൂർണമായ അള്ളാഹുവിലുള്ള യഖീനും അള്ളാഹുവിലുള്ള ഭയവും നമ്മൾ ഉണ്ടാക്കി തീർത്ത് നമ്മളുടെ നഫ്സെ മുത്മഇന്നത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മളാക്കി തീർത്തുകൊണ്ട്, നഫ്സെ മുത്മഇന്നത്ത് എപ്പോഴും നന്മയെ ആശിക്കുന്ന നഫ്സാണ്. അതാണ് നഫ്സെ മുത്മഇന്നത്ത് വിശദീകരിക്കാനുള്ള സന്ദർഭമല്ല. ആ നഫ്സ് മുത്മഇന്നത്തിന്റെ അവസ്ഥയിൽ എപ്പോഴും നന്മ ആശിക്കുന്നവരായി നമ്മൾ ഈ ലോകത്ത് ജീവിച്ചാൽ, നന്മ ആശിക്കുന്ന നന്മ ഇബാദത്ത് എടുക്കണം, നോമ്പ് പിടിക്കണം, അതാ ഇബാദത്തിൻ്റെതായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ 24 മണിക്കൂർ സമയം സഫറൻ വഹദറൻ സിർറൻ വഅലാനിയത്തൻ, നമ്മുടെ ജീവിതത്തിന്റെ 24 മണിക്കൂർ സമയം പടച്ചവനെ നിനക്ക് പൊരുത്തപ്പെട്ട വാക്ക് പ്രവൃത്തി അതായിരിക്കണം, നടപടി എൻ്റേതായിരിക്കണം എന്നുള്ള ആ ചിന്ത പടച്ചവൻ നമ്മളുടെ കൽബുകളിലേക്ക് നൽകി നമ്മളുടെ കൽബുകൾ പരിശുദ്ധപ്പെടുത്തിയെടുക്കാൻ മുതഅല്ലിമീങ്ങളായി നമുക്ക് സാധിച്ചാൽ അള്ളാഹു നമ്മളെ ഈ വഴിയിൽ ദുനിയാവിലും നമ്മൾ ഉയർന്നവരാക്കി തീർക്കും, നാളെ ആഖിറത്തിൽ എന്നേക്കും നമ്മൾ ഉയർന്നവരാക്കി തീർക്കും. ഷേഖ് അബ്ദുൽ ഖാദിർ റായിപ്പൂരി റഹ്മത്തുള്ളാഹി അലൈഹി വലിയൊരു മഹാനാണ്. ദാറുൽ ദൈബന്ദിൽ നിന്നും ദീനിന്റെ ഇൽമു പഠിക്കാൻ വേണ്ടി വന്ന മഹാനാണ്. അദ്ദേഹം വന്നപ്പോൾ മുഹത്തമിൻ പ്രിൻസിപ്പൽ പറഞ്ഞു, നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ ഈ വർഷം നിർവാഹമില്ല, അടുത്ത വർഷം അഡ്മിഷനെ പറ്റി ആലോചിക്കാം. അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ആ പയ്യൻ ചോദിച്ചു, മുഹത്തം ഹസ്രത്ത് അവറുകളെ എവിടെ നിന്ന് എനിക്ക് അഡ്മിഷൻ തരാതിരിക്കാനുള്ള കാരണം എന്താണ്?
പറഞ്ഞു, നിങ്ങൾക്ക് അഡ്മിഷൻ തരാനുള്ള, ആഹാരം തരാനുള്ള ഒരു മാർഗം കാണുന്നില്ല. ആഹാരത്തിന്റെ ലിസ്റ്റ് പൂർത്തിയായി പോയിട്ടുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്താം. ഇപ്പോൾ തന്നെ പേര് രേഖപ്പെടുത്തി വെക്കാം, പേര് രജിസ്റ്റർ ചെയ്ത് വെക്കാം. ആഹാരം തരാൻ നിർവാഹമില്ല. സൗഭാഗ്യ പിൽക്കാലത്ത് വലിയൊരു മഹാനായ അള്ളാഹു പിൽക്കാലത്ത് വലിയൊരു 10,000-കണക്കിന് ഷെയ്ഖ് മുരീദന്മാരുടെ ഷെയ്ഖായി തീരാൻ അള്ളാഹു വിധിച്ച അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ആ പയ്യൻ ചോദിച്ചു, ഷെയ്ഖ് അവറുകളെ, മുഹ്തമ അവറുകളെ, ഒരു അനുമതി എനിക്ക് നൽകിയാൽ മതി. ഇനി ഞാൻ രാത്രിയും പകലും ദാറുൽ ദൈബന്തിൽ ഇതിന്റെ ഈ ഹാത്തക്കുള്ളിൽ കഴിഞ്ഞുകൂടി ദീനിന്റെ ഇൽമു പഠിച്ചുകൊള്ളാം. എനിക്ക് ആഹാരം ഒന്നും ഈ ദാറുൽ നൽകേണ്ടതില്ല. ഇൽമു പഠിക്കാൻ ഉസ്താദന്മാരുടെ ഹദറത്തുൽ പോയിരുന്ന ഇൽമു പഠിക്കാനുള്ള ഒരു അനുമതി മാത്രം എനിക്ക് നൽകണം. മുഹത്തമിൻ സാഹിബിന് നിർവാഹമില്ല. അദ്ദേഹം പറഞ്ഞു, ഇത്രത്തോളം ത്യാഗം ചെയ്ത് ഇൽമു പഠിക്കാൻ നിങ്ങൾ ആശിക്കുന്ന, നിങ്ങൾ ക്ലാസ്സിൽ അഡ്മിഷൻ തരാതിരിക്കാൻ ഒരു ന്യായവും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ അഡ്മിഷൻ നൽകിയിരിക്കും. മഹാനായിരിക്കുന്ന അബ്ദുൽ ഖാദർ എന്ന് ആ പയ്യൻ രാവിലെ എല്ലാ പാഠങ്ങളിലും പങ്കെടുക്കും. ഇശാ വരെ പഠിച്ച പാഠങ്ങൾ പഠിക്കും. ഇശാ കഴിഞ്ഞ് അവിടെയുള്ള ആ ദർബാന്റേതായിരിക്കുന്ന ഗേറ്റ് കീപ്പറുടെ അനുമതിയോടുകൂടി ആ നമ്മുടെ ദൈവത്തിലെ ഗലികളിലേക്ക്, അഥവാ അവിടുത്തെ റോഡുകളിലേക്ക്, വീഥികളിലേക്ക് പോകും. ഉസ്താദന്മാർ എല്ലാവരും അവിടെ പോയി പഠിച്ചവരാണ്. അലിയാർ ഉസ്താദ് ഉൾപ്പെടെ ബാക്കി എല്ലാവരും അവിടെ പോയി പഠിച്ചവരാണ്. ഉസ്താദ് ഉൾപ്പെടെ ഇരിക്കുന്നവരെല്ലാം അവിടെ പോയി പഠിച്ചവരുടെ പേരെടുത്ത് പറയേണ്ടതില്ല. അപ്പൊ അൽഹംദുലില്ലാഹ് അദ്ദേഹം ഇശാ നമസ്കാരം കഴിഞ്ഞ് ഗേറ്റ് കീപ്പറുടെ അനുമതിയോടുകൂടി പച്ചക്കറി കടകളിലും പഴങ്ങളുടെ കടകളിലും പോയി നോക്കും. പഴങ്ങളുടെ തൊലികൾ എവിടെയെങ്കിലും കിടപ്പുണ്ടോ, പച്ചക്കറികളുടെ അവശിഷ്ടങ്ങൾ, വേസ്റ്റുകൾ ബാക്കിയാക്കി എന്തെങ്കിലും കിടപ്പും, എല്ലാം എടുത്തുകൊണ്ട് വരും. കഴുകി വൃത്തിയാക്കി അത് ചവച്ച് കഴിച്ച് അദ്ദേഹം കഴിഞ്ഞുകൂടി ഒരു വർഷക്കാലം. 2-ാം വർഷം അദ്ദേഹത്തിന് സാധാരണ അഡ്മിഷൻ. പക്ഷേ അബ്ദുൽ ഖാദർ റായിപ്പൂരി റഹ്മത്തുള്ളാഹി നിങ്ങൾ പറയുകയാണ്, തന്റെ മുരീദന്മാരോട് മുതഅല്ലിമിന്റെ സന്ദർഭത്തിൽ പറഞ്ഞു, ഞാൻ അന്ന് ദാറുൽ ദൈവത്തിൽ പഠിക്കാൻ വേണ്ടി വലിയ ത്യാഗം ചെയ്തു. പക്ഷെ എൻ്റെ ത്യാഗത്തെ അള്ളാഹു പാഴാക്കിയില്ല. എൻ്റെ ത്യാഗത്തെ അള്ളാഹു പാഴാക്കിയില്ല. ഇന്ന് ഈ റായ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉയർന്ന ഒരു വസ്തു ലിഹാഫ് ആയിട്ടാണെങ്കിലും ഏത് വസ്തു, അതിൽ ഏറ്റവും ഉയർന്ന വസ്തു എൻ്റെ കയ്യിലാണ് ആദ്യം വരുന്നത്. ലിഹാഫ് ഇല്ലാതെ ഈ തണുപ്പത്ത് കിടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തണുപ്പത്ത് പുകയ്ക്കാനുള്ള ലിഹാഫിൽ ഏറ്റവും മുന്തിയ ലിഹാഫ് ആദ്യം ഈ അബ്ദുൽ ഖാദറിന്റെ വസതിയിലാണ് വരുന്നത്. എൻ്റെ മുരീദന്മാരെ കൊണ്ടുവന്നു തരുന്നു. അള്ളാഹു തആല എല്ലാ നിലയിലുള്ള ദുനിയാവിന്റെ ഉസ്റാത്തും ദുനിയാവിന്റെ ഖൈറും ബർക്കത്തും എനിക്ക് നൽകിയിരിക്കുകയാണ്. മഹാനായിരിക്കുന്ന മൂസ മൗലാന റഹിമഹുല്ലാഹ്, മൗലാനയുടെ പേര് പറയാതെ ഈ മജ്ലിസ് അവസാനിക്കുന്ന ഒരു ഭംഗിയല്ല എന്ന് വിചാരിച്ചുകൊണ്ട് മഹാനായിരിക്കുന്ന മൂസ മൗലാന റഹിമഹുല്ലാഹ്, മഹാനാളുകൾ ഒരുപാട് ത്യാഗം ചെയ്ത് ദീനിന്റെ ഇൽമു പഠിച്ചു. ഒരുപാട് ത്യാഗം. കാഞ്ഞാറിൽ നിന്ന് ഈരാറ്റുപട്ടിയിലേക്ക് നടന്നുപോയി എന്നാണ് ചരിത്രം. ഈരാറ്റുപട്ടിയിൽ പോയാൽ എവിടെയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഇൽമു പഠിച്ചു എന്നാണ് ചരിത്രം. അങ്ങനെ മഹാനുകൾ ദീനിന്റെ ഇൽമു പഠിച്ച ശേഷം ദഅവത്തിന്റെ മുബാറക്കായ വഴിയിലേക്ക് പോകും. മുബാറക്കായ വഴിയിലേക്ക് കടന്നു പോകും. ദഅവത്തിന്റെ മുബാറക്കായ വഴിയിലും വലിയ തുല്യതയില്ലാത്ത ത്യാഗം ചെയ്തു. ഒരാളോടും തന്റെ ബുദ്ധിമുട്ട് പറയില്ല. ആരോടും ബുദ്ധിമുട്ട് പറയാതെ, ചിലപ്പോൾ കാഞ്ഞാറിൽ നടക്കും പൈസ ഇല്ലെങ്കിൽ തൊടുപുഴ വരെ, ചിലപ്പോൾ തൊടുപുഴയിൽ നടക്കും കാഞ്ഞാറ് വരെ നടക്കും, പൈസ ഇല്ലെങ്കിൽ ആരോടും പറയുകയില്ല. പക്ഷേ അള്ളാഹു തആല പിന്നീട് റിസ്ഖിന്റെ വാതിൽ തുറന്നു, ഇസ്സത്തിന്റെ വാതിൽ തുറന്നു. നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഇരിക്കുന്ന ഉസ്താദന്മാരെല്ലാവരും മൗലാനയെ കണ്ടിട്ടുള്ളവർ, മനസ്സിലാക്കിയിട്ടുള്ളവർ. ഞങ്ങളൊക്കെ ഓതുന്ന കാലത്ത് അധികവും മൗലാന കാറിൽ വന്ന് ഇറങ്ങുന്ന കാഴ്ചയല്ല ഞങ്ങൾ പൊതുവെ ഇരിക്കുന്നത്, ഞങ്ങൾ ആരും കാണാറില്ല. എവിടെ വന്നാലും നജ്മുൽ ഹുദ മഞ്ചേരിയിൽ വരട്ടെ, ജാമിഅത്തുൽ കൗസരിയയിൽ വരട്ടെ, എവിടെ മൗലാന വന്നാലും കാറിൽ വന്ന് ഇറങ്ങുന്ന മൗലാനെ നമ്മൾ കാണാറും. പക്ഷെ മൗലാന കാൽനടയായിട്ട് നടന്ന ആ കാലഘട്ടം നമ്മൾ അറിഞ്ഞില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ഇൽമിൽ വലിയ ബർക്കത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന്, ഇൽമിൽ നമുക്ക് യഖീൻ ഉണ്ടാക്കണം. 2, ഇൽമനുസരിച്ചുള്ള അമലിയായ ജീവിതം നമുക്ക് ഉണ്ടാകണം. 3, നമ്മൾ പഠിക്കുന്ന ഇൽമനുസരിച്ച് ഹൃദയത്തിന്റെ വിശുദ്ധി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. 4, ദീനിന്റെ വഴിയിൽ വരുന്ന ഏത് ത്യാഗവും നമ്മൾ സഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ. ഒരു ദിവസം മൗലാന അവർകൾ ഈ വിനീതൊരു കത്തെഴുതി. മൗലാന അവർകൾ എഴുതി, ദീനിന്റെ ഇൽമിന്റെ ഖിദ്മത്തിന്റെ വഴികളിൽ അള്ളാഹു ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നിഅമത്തുകളും സന്തോഷങ്ങളും മറച്ചു വെച്ചിരിക്കുന്ന വഴിയാണ്. പക്ഷെ ഈ വഴിയിൽ ത്യാഗവും ക്ഷമയും അങ്ങേയറ്റം ആവശ്യം. ആര് ത്യാഗത്തോടെ ക്ഷമയോടെ ഏതു മാർഗത്തിൽ പരിശ്രമിക്കും, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, ഏതു മാർഗത്തിൽ ആര് പരിശ്രമിച്ചാലും ത്യാഗം ആരുടെയും അല്ലാഹു പാഴാക്കുകയില്ല. ഹദരത്ത് മൗലാന ഷാഹ് മുഹമ്മദ് ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളവர்கள் വലിയൊരു ഭൂസ്വത്തിന്റെ ഉടമയായിരുന്നു. തങ്ങളുടേതായിരിക്കുന്ന ഭാര്യ മഹദിയവറുകളും വലിയൊരു സമ്പന്നന്റേതായിരിക്കുന്ന മകളായിരുന്നു.
വലിയ ഭൂസ്വത്തിന്റെ ഉടമയാണെങ്കിലും മൗലാന റഹ്മത്തുള്ളാഹി തങ്ങൾ ബംഗ്ലാവാലി മസ്ജിദ് കേന്ദ്രീകരിച്ച് തബ്ലീഗിന്റെ ദഅവത്തിന്റെ പുണ്യമായ പരിശ്രമം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ തന്റെ ഭൂമിയെപ്പറ്റി കൃഷികളെപ്പറ്റി ഒന്നും ചിന്തിക്കാത്ത അവസ്ഥയിലേക്ക് എത്തി. തന്റെ ഭൂമി ആര് കൊണ്ടുപോകും, കൃഷി ആര്, ഇതൊന്നും ചിന്തയില്ലാത്ത, കാരണം ആ നിലയിലുള്ള വലിയൊരു ഉമ്മത്തിന്റെ ഫിക്റിലേക്ക് മഹാനവറുകൾ കടന്നു. ബംഗ്ലാവാലി മസ്ജിദിന്റെ അവസ്ഥ വന്ന് 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 അവിടെ വരുന്ന അതിഥികൾക്ക് ആഹാരം എടുക്കാനുള്ള ഒരു വഴിയുമില്ലാത്ത അവസ്ഥയായി. ഗാദർ കഴിച്ചുകൊണ്ട് റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുകയും നോമ്പ് തുറക്കുകയും ചെയ്തിരുന്നു എന്നാണ് ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പേരയ്ക്ക പോലെ, നമ്മുടെ നാട്ടിലെ പപ്പായ പഴം പോലെയുള്ള ഒരു പഴം ഡൽഹിയിലുണ്ട്, അവിടെ ഗാജർ എന്നാണെന്നൊരു പറയുക. അതിങ്ങനെ അതും കഴിച്ച് നോമ്പ് പിടിക്കും, നോമ്പ് തുറക്കും, പച്ചവെള്ളം കുടിച്ച് നോമ്പ് പിടിക്കും, നോമ്പ് തുറക്കും. ഈ അവസ്ഥയിലേക്ക് നിസാമുദ്ദീൻ്റെ അവസ്ഥ. ഒരു ദിവസം മൗലാന അവർ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ ഒരു സമ്പന്നന്റെ കുടുംബത്തിൽ നിന്ന് വന്ന മഹദി സ്ത്രീയാണല്ലോ, അള്ളാഹു എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ഫിക്ർ നൽകിയിരിക്കുന്നത് ഉമ്മത്തിനെ പറ്റിയുള്ള ഫിക്റാണെന്ന്. വേറെ ഒരു സാധാരണ ഉമ്മത്തിനെ പറ്റിയുള്ള ഫിക്റാണ്. ഉമ്മത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ കാലഘട്ടത്തിൽ ഈ ഉമ്മത്ത് മടങ്ങിപ്പോകുന്ന എനിക്കൊന്ന് കാണണം. മഹാന്മാരായ സ്വഹാബത്തിന് ആ വഴിത്താരയിലേക്ക് ഉമ്മത്ത് മടങ്ങിപ്പോകുന്ന എനിക്കൊന്ന് കാരണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ത്യാഗമെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ നിന്റെ കുടുംബത്തിലേക്ക് ഞാൻ മടക്കി അയക്കാൻ ഈ ബുദ്ധിമുട്ട് ഇവിടെ കഴിഞ്ഞുകൊണ്ടതില്ല. മഹദി അവർകൾ വലിയ സൗഭാഗ്യവതിയായിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. മഹദി അവർകൾ ഒന്നും മറുപടി പറയാതെ തൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ചെറിയൊരു പൊതി എടുത്തു കൊണ്ടിട്ട് കൊടുത്തു. ഹസ്രത്ത്, ഇത് ഞാൻ ഇങ്ങനെ കൈവശം വെച്ചിരിക്കുന്ന ചെറിയൊരു പൊതിയാണ്. നിസാമുദ്ദീനിൽ വരുന്ന അതിഥികൾക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കണം, ഇത് ഉപകരിച്ചെങ്കിൽ എനിക്ക് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ സന്തോഷത്തിൽ അങ്ങക്ക് ഇത് നൽകുന്നു. പക്ഷേ ഈ നിസാമുദ്ദീനിലെ ഈ അങ്ങേയറ്റം വെറുതിയിലും പട്ടിണിയിലുമായിട്ട് തന്നെ അങ്ങയോടൊപ്പം ഈ ഇവിടെ തന്നെ കഴിഞ്ഞുള്ള ഞാനും ആഗ്രഹിച്ചു. ഹദരത്ത് മൗലാന ഷാ മുഹമ്മദ് ഇല്യാസ് റഹ്മത്തുള്ളാഹി തങ്ങളുടെ ഹൃദയത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. ചരിത്രത്തിൽ എഴുതി, ഹദരത്ത് ഷാ മുഹമ്മദ് ഇല്യാസ് റഹ്മത്തുള്ളാഹി തങ്ങൾ അവർക്ക് അള്ളാഹുവിനെ ദുആ ചെയ്ത് പഠിച്ചവനെ, എൻ്റെ ഭാര്യയും അവസാനമായിട്ട് എൻ്റെ കൂടത്തിൽ നിൽക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. നിന്റെ നൂറ്റക്കണക്കിന് അതിഥികൾ വന്നുകൊണ്ടിരിക്കുന്ന അവരെ സൽക്കരിക്കേണ്ട ഒരവസ്ഥയില്ല റഹ്മാനെ. അതുകൊണ്ട് ഈ നിന്റെ ദഅവത്തിന്റെ പരിശുദ്ധമായിരിക്കുന്ന ഈ പരിശ്രമം സ്വഹാബത്തിന്റെ വഴിത്താരയിലേക്ക് ഉമ്മത്തിനെ മടക്കിക്കൊണ്ടുള്ള ഈ സാധുവിന്റെ ഈ പരിശ്രമം നീ കബൂൽ ചെയ്ത് പടച്ചോനെ കബൂലിയത്തിൻ്റെതായിരിക്കുന്ന വാതിൽ, ബർക്കത്തിന്റെ വാതിൽ തുറക്കാൻ റഹ്മാൻ എന്ന് മഹാനവർ ദുആ ചെയ്തു എന്നും ശേഷം നിസാമുദ്ദീനിന്റെ ബംഗ്ലാവാലി മസ്ജിദിന്റെ തഹാർ ദീവാരിയിൽ അതിന്റെ ഉള്ളിൽ ഒരിക്കൽ പിന്നീട് ഒരു ദാരിദ്ര്യത്തിന്റെ അവസ്ഥ ഉണ്ടായില്ല എന്ന് ചരിത്രത്തിൽ എത്തിയിരിക്കും. ബഹുമാനമുള്ള മുതഅല്ലിമീങ്ങളെ നമ്മളെല്ലാവരും നമ്മൾ പഠിച്ച ഇൽമിൽ യഖീനുള്ളവരാകണം, ഇൽമനുസരിച്ച് അമലുള്ളവരാകണം. അതോടൊപ്പം തന്നെ ഹൃദയത്തെ വിശുദ്ധി ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. എത്രത്തോളം ത്യാഗത്തിൽ കൂടി മുൻഗാമികളായ മഹാന്മാരെല്ലാവരും എല്ലാം നേടിയെടുത്ത ത്യാഗത്തിൽ കൂടിയാണ് എങ്കിൽ ആ ത്യഗത്തിന്റെ വഴിയിലൂടെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മൾ പഠിക്കുകയും ആ പഠിച്ച കാര്യം നമ്മളിലേക്ക് പകർത്തുകയും അങ്ങനെ ഉമ്മത്തിൽ രണ്ട് വിഭാഗമുണ്ട്. താലിബീങ്ങളുടെ വിഭാഗമുണ്ട്, താലിബീങ്ങളല്ലാത്ത വിഭാഗമുണ്ട്. ഹദരത്ത് മൗലാന ഷാ മുഹമ്മദ് ഇല്യാസ് റഹ്മത്തുള്ളാഹി തങ്ങൾ ബംഗ്ലാവാലി മസ്ജിദിൽ താലിബീങ്ങളായി വരുന്നവരെ അവരെ എടുത്ത് ദീനിന്റെ ഇൽമ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. താലിബല്ലാതെ നടക്കുന്ന കമ്പോളത്തിലും ബാസാറിലും അവിടെ ഇവിടെ നടക്കുന്ന ജനങ്ങളുടെ അടുക്കലേക്ക് പോകുമായിരുന്നു. അവരോട് പോയി ദീനിന്റെ കാര്യങ്ങൾ പറയും, ഈമാൻ യഖീന്റെ കാര്യങ്ങൾ പറയും. ആ ഈമാൻ യഖീന്റെ കാര്യങ്ങൾ പറയുന്നത് കേട്ട് അവർ പള്ളിയിലേക്ക് വന്ന് അവരെ തർബിയത്ത് ചെയ്യുമായിരുന്നു. അല്ലാഹു തആല ഈ സ്ഥാപനം ജാമിഅ ഇബ്നു മസ്ഊദ് ദാഇകളായിരിക്കുന്ന ഉലമാക്കളുടെ ഒരു സംഘത്തെ കൊണ്ട് അല്ലാഹു തആല പടുത്തുയർത്തിയ സ്ഥാപനമാണ് ഈ സ്ഥാപനം. നമ്മുടെ ഈ സ്ഥാപനത്തിൽ ദഅവത്തിൻ്റെതായിരിക്കുന്ന മിസാജ് നമ്മളിൽ ഉണ്ടാകേണ്ടത് നമുക്ക് എല്ലാവർക്കും അനിവാര്യമാണ്. എത്രത്തോളം ദാഇകളായിരിക്കുന്ന ഉലമാക്കൾ, ദാഇകളായ ഹാഫിളീങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്നും ഉമ്മത്തിന് ഈ സ്ഥാപനത്തിന് സമർപ്പിക്കാൻ സാധിക്കും. എത്രത്തോളം ഈ സ്ഥാപനം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ തണലിലായിട്ട്, അള്ളാഹുവിന്റെ പ്രത്യേകമായ തഈദിലായിട്ട് ഇൻഷാ അല്ലാഹ് മുൻപോട്ട് പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ലാഹു തആല ഈ സ്ഥാപനത്തിന് ഈ ദിവസം വരെ ധനം കൊണ്ട്, ശരീരം കൊണ്ട്, സമയം കൊണ്ട് ഏതെല്ലാം നിലയിൽ ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ അവരെയും നമ്മളെ ഈ മഖ്ബൂലിങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു തആല അവന്റെ ഭാഗത്തുള്ള ഖൈറുകളുടെ, ബർക്കത്തുകളുടെ, ഇജ്ജത്തിന്റെ, റാഹത്തിന്റെ വാതിലുകൾ അല്ലാഹു തആല തുറന്നു കൊടുത്ത് പടച്ചവൻ റഹ്മത്തിലേക്ക് മടങ്ങിപ്പോയ, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് എത്തിപ്പോയ ഈ സ്ഥാപനത്തെ സഹായിച്ചതിനു ശേഷം അള്ളാഹുവിന്റെ റഹ്മത്തിൽ
ഉണ്ടാകും. അള്ളാഹു തആല ഈ സ്ഥാപനത്തിൽ നടക്കുന്ന മുഴുവൻ അമലുകളുടെയും ബർക്കത്ത് കൊണ്ട്, സവാബ് കൊണ്ട് അള്ളാഹു തആല അവർക്ക് എല്ലാവർക്കും കാമിലായി മഗ്ഫിറത്തും റഹ്മത്തും നസീബാക്കി അള്ളാഹു തആല അവരെ എല്ലാവരെയും അള്ളാഹുവിന്റെ റഹ്മത്തിന് തണലാകുന്ന പടച്ചവൻ അവരുടെ കബറിടങ്ങൾ സ്വർഗത്തിന്റെ പൂത്തോപ്പാക്കി തീർക്കുമാറാകട്ടെ. പടച്ചവൻ നമുക്ക് എല്ലാവർക്കും ഇജ്ജത്തോടെ ആഫിയത്തോടെ ദീർഘായുസ്സ് നസീബാക്കുമാറാകട്ടെ. പടച്ചവൻ ഈ വറാഅത്ത് രാത്രി, പുണ്യമായിരിക്കുന്ന ഈ രാത്രിയിൽ അള്ളാഹു തആല കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു തആല അവർക്ക് ദീർഘായുസ്സ് നിശ്ചയിക്കുന്ന പുണ്യമായിരിക്കുന്ന രാത്രിയാണ്. ഈ രാത്രിയിൽ അള്ളാഹുവിന്റെ ഭാഗം ദീർഘായുസ്സ് നിശ്ചയിക്കപ്പെടുന്ന സൗഭാഗ്യവാന്മാരുടെ സൗഭാഗ്യവതികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം അള്ളാഹു റിസ്ഖിന്റെ വിശാലതയുടെ തീരുമാനമെടുക്കുന്ന പുണ്യമായ രാത്രിയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാം റിസ്ഖ് അള്ളാഹു വിശാലമാക്കി തന്ന്, നമ്മുടെ സ്ഥാപനത്തിന്റെ റിസ്ഖും വിശാലമാക്കി തന്ന് അള്ളാഹു ഖൈറിന്റെ, ബർക്കത്തിന്റെ, ഇജ്ജത്തിന്റെ, റാഹത്തിന്റെ വാതിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തുറന്നു തരുമാറാകട്ടെ. അള്ളാഹു തആല പഠിച്ചവൻ എല്ലാ ലാഭത്തും മുസീബത്തും ബലാകളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമെന്ന് തീരുമാനം എടുക്കുന്ന രാത്രിയും കൂടിയാണ്. പടച്ചവൻ ആഫത്ത് മുസീബത്ത് ബലാകളെ തൊട്ട് നമ്മളെല്ലാവരും ഒറ്റയ്ക്കും കൂട്ടായും കാത്ത് രക്ഷിച്ച് പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ബുദ്ധിമുട്ടും നമ്മളിലും നമ്മുടെ നാടുകളിലും പ്രദേശങ്ങളിലും ഉണ്ടാകാതെ അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇമാനിയായ മഹബത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു തആല ഈ മജ്ലിസിൽ ഒത്തുചേർത്തതുപോലെ, ഇൽമിന്റെ പൂന്തോപ്പിൽ ഒത്തുചേർത്തതുപോലെ, മൗലാന ഖാസിം മുഹമ്മദ് നാനോത്തവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലെ, മൗലാന ഷാ മുഹമ്മദ് ഇല്യാസ് റഹ്മത്തുള്ളാഹി തങ്ങളെ പോലെ, ഷെയ്ഖുൽ ഇസ്ലാം മൗലാന ഹുസൈൻ അഹ്മദ് മദനി റഹ്മത്തുള്ളാഹി തങ്ങളെ പോലെ, മൂസ മൗലാന റഹ്മത്തുള്ളാഹി തങ്ങളെ പോലെയുള്ള ആ മഹാന്മാരുടെ പരിശുദ്ധമായ ആ പാത പിന്തുടർന്ന് ദീനിന്റെ ഇൽമു പഠിച്ചും പഠിപ്പിച്ചും ദീനിന്റെ നിഅമത്തിന്റെ മുബാറക്കായിരിക്കുന്ന അമലുമായിട്ടുള്ള ബന്ധം നിലനിർത്തിയും മുൻപോട്ട് പോകാനുള്ള നല്ല തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നസീബാക്കുമാറാകട്ടെ. ഇജ്ജത്തോടെ ആഫിയത്തോടെ നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സ് നസീബാക്കി ഹുസ്നുൽ ഖാത്തിമത്ത് നിന്ന് ഫിർദൗസ് എന്ന സ്വർഗത്തിൽ എത്തിയെന്ന സൗഭാഗ്യവാന്മാരുടെ സൗഭാഗ്യവതികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സർവശക്തന്റെ പരിശുദ്ധ നാമത്തിൽ ഈ മഹാസമ്മേളനം അങ്ങേയറ്റം മഹത്വമായിരിക്കുന്ന ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് വിനീതനെ ഈ സദസ്സിലേക്ക് ക്ഷണിച്ചു വരുത്തിയ ഇതിന്റെ മുഴുവൻ സംഘാടകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ വാക്കുകൾക്ക് അതീതമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വിനീതന്റെ വിനീത വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി അവ്വലൻ വആഖിറ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.